രവത ചന്ദ്രശേഖർ IPS അദ്ദേഹം സംസ്ഥാനത്തെ DGP ആയി ഇന്ന് രാവിലെ ചാർജ് എടുത്തു. 1/7/2025 മുതൽ അദ്ദേഹത്തിന് 1 വർഷത്തെ കാലാവധിയേ ഉള്ളൂ ഇനി സർവീസെങ്കിലും. 2 വർഷമെങ്കിലും മിനിമം സർവീസിൽ അദ്ദേഹം ഇവിടെ ഇരിക്കും. അതുകൊണ്ട് അടുത്ത 2 വർഷം കേരളത്തിലെ DGP ആയിട്ട് രവത ചന്ദ്രശേഖർ ഇവിടെ ഉണ്ടാവും. അദ്ദേഹം ആന്ധ്രാപ്രദേശിലെ ഗോദാവരി ജില്ലക്കാരനാണ്. ഒരു കർഷകൻ്റെ മകനായിട്ടാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹം ഡോക്ടറാകാനായിരുന്നു അപ്പൻ്റെ അമ്മയുടെ മോഹം. പക്ഷേ അദ്ദേഹം IPS എഴുതിയെടുത്തു. ആദ്യത്തെ ചാൻസിൽ അദ്ദേഹത്തിന് IPS ലഭിക്കുകയും ചെയ്തു. അദ്ദേഹം കേരള കേഡറിലുള്ള ഉദ്യോഗസ്ഥനായി. 1994 നവംബർ മാസം അദ്ദേഹം കൂത്തുപറമ്പിലെ ASP ആയി. അദ്ദേഹം തലശ്ശേരി ASPയുടെ കീഴിലാണ് കൂത്തുപറമ്പ് വരുന്നത്. തലശ്ശേരി ASP ആയിട്ട് ചാർജ് എടുത്ത ശേഷം 2 ദിവസത്തിനകമാണ് കൂത്തുപറമ്പ് വെടിവെപ്പുണ്ടായത്. അത് അദ്ദേഹത്തിൻ്റെ സർവീസ് കാലഘട്ടത്തിൽ എന്നും ഒരു ബ്ലാക്ക് മാർക്കാണ് എന്നെല്ലാവരും കരുതുന്നു. പക്ഷേ ഞാൻ അങ്ങനെ കരുതുന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെ സർവീസ് കാലഘട്ടത്തിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിട്ടുണ്ടെങ്കിൽ ചില സന്ദർഭത്തിൽ വെടിവെക്കേണ്ടി വരും. വെടിവെക്കേണ്ട സമയത്ത് വെടിവെച്ചേ പറ്റുള്ളൂ. എങ്കിൽ മാത്രമേ ആ പ്രശ്നം പരിഹരിക്കുകയുള്ളൂ. 1994 നവംബർ 25 കൂത്തുപറമ്പ് വെടിവെപ്പ്. അന്ന് കെ കരുണാകരനായിരുന്നു മുഖ്യമന്ത്രിയായി സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരുന്നത്. ME രാഘവൻ CPM അദ്ദേഹത്തിനെ പുറത്താക്കി. അദ്ദേഹം പിന്നീട് കരുണാകരൻ്റെ ഒപ്പം CMP രൂപീകരിച്ചു. കരുണാകരൻ്റെ ഒപ്പം മന്ത്രിയായി കേരളത്തിൽ. കണ്ണൂരിലെ രാഷ്ട്രീയ സ്ഥിതികൾ വളരെ മോശമായ കാലഘട്ടത്തിലാണ് അദ്ദേഹത്തിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നത്. അതിനുശേഷം കൂത്തുപറമ്പിലെ അവിടുത്തെ കോപ്പറേറ്റീവ് ബാങ്കിലെ ഇലക്ഷൻ സമയം അദ്ദേഹം അങ്ങോട്ട് പോയി. അദ്ദേഹത്തിനെ തടയുമെന്ന് CPMഉം അതുപോലെ തന്നെ DYFIയും പ്രഖ്യാപിച്ചു. അവിടെ അന്തരീക്ഷം കലാപകലുഷിതമായി. ഒരു തരത്തിലും അദ്ദേഹത്തിന് അവിടെ പ്രവേശിപ്പിക്കത്തില്ല എന്നായിരുന്നു DYFIയുടെ തീരുമാനം. പക്ഷേ അതൊന്നും വകവെക്കാതെ ME രാഘവൻ്റെ സ്വഭാവം കേരളത്തിലുള്ളവർക്കറിയാം. അദ്ദേഹം ഒന്നിനെയും വകവെക്കില്ല. എതിർപ്പാണെങ്കിൽ എതിർപ്പ് സ്ഥലത്ത് അദ്ദേഹം ചെല്ലും. അതാണ് അദ്ദേഹത്തിൻ്റെ സ്വഭാവം. അദ്ദേഹത്തിൻ്റെ മകൻ നികേഷ് കുമാറിനെ നമുക്കറിയാം. ചാനലിൽ അദ്ദേഹത്തിന് സ്വന്തമായൊരു ചാനലുണ്ടായിരുന്നു. പിന്നീട് പിതാവിനെ പുറത്താക്കിയെങ്കിലും CPMൻ്റെ ഒരു സീറ്റ് മകൻ നികേഷ് കുമാറിന് കൊടുത്ത് അതിൽ അദ്ദേഹത്തിന് വിജയിക്കാൻ കഴിഞ്ഞില്ല. കണ്ണൂരിൽ നിന്ന് തലശ്ശേരി പോകുന്ന റോഡിലാണ് കൂത്തുപറമ്പ്. അവിടുത്തെ കോപ്പറേറ്റീവ് ബാങ്ക് അർബൻ ബാങ്കിൻ്റെ ഇലക്ഷൻ അവിടെ മന്ത്രിയായ ME രാഘവൻ അങ്ങോട്ടേക്ക് പോയി. അദ്ദേഹത്തിനെ അവിടെ പ്രവേശിപ്പിക്കത്തില്ല, തടയും എന്ന് പറഞ്ഞ് DYFI പ്രക്ഷോഭം തുടങ്ങി. അന്ന് അവിടെ ഹക്കീം ബത്തേരി എന്ന DYSP ആയിരുന്നു, സീനിയർ DYSP ആയിരുന്നു കൂത്തുപറമ്പിൽ. അദ്ദേഹത്തിൻ്റെ കീഴിൽ അവിടെ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് അദ്ദേഹവും എക്സിക്യൂട്ടീവ് മാനേജറും ആ സംഭവ സ്ഥലത്തുണ്ട്. ഹേമേന്ദ്രൻ എന്ന് റിട്ടയർ ചെയ്ത DGP ആയിരുന്നു അന്ന് കണ്ണൂർ SP. ഏതായാലും കൂത്തുപറമ്പിലെ തലശ്ശേരി ASP ആയിട്ട് നിയമിതനായ രവത ചന്ദ്രശേഖർ 2 ദിവസമായുള്ള അവിടെ ചാർജ് എടുത്തിട്ട് ആ സമയത്താണ് ആ വെടിവെപ്പുണ്ടായത്. അവിടുത്തെ ഇലക്ഷൻ സമയത്ത് അവിടെ ചെന്ന് ചേർന്ന ME രാഘവനെ കല്ലെറിഞ്ഞ് ഓടിച്ചു. അദ്ദേഹം പിന്മാറാൻ തയ്യാറായില്ല. അവിടെ വലിയ സംഘർഷമായി. അവിടെ DYFIയും അദ്ദേഹത്തിൻ്റെ ആൾക്കാരും തമ്മിൽ സംഘർഷം. പോലീസ് മന്ത്രിയെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് ഒരു വശത്ത്. അന്ന് കെ കരുണാകരൻ മുഖ്യമന്ത്രിയായ സമയമാണ്. ആ സമയത്ത് N രാമകൃഷ്ണൻ എന്ന ആളായിരുന്നു കോർപ്പറേറ്റ് സഹകരണ വകുപ്പ് മന്ത്രി. അദ്ദേഹത്തിനും അവിടെ ആ ഇലക്ഷൻ സമയം അവിടെ ക്ഷണമുണ്ടായിരുന്നു. അദ്ദേഹം പോയില്ല. അദ്ദേഹം പിന്മാറി നിന്നു. കാരണം അന്തരീക്ഷം വളരെ കലാപകലുഷിതമാണ്, എന്ത് സംഭവിക്കാമെന്ന് രാമകൃഷ്ണന് മനസ്സിലായി. അദ്ദേഹം അങ്ങോട്ട് പോയില്ല. അതേസമയം ഹേമേന്ദ്രൻ SP കണ്ണൂർ SP ആയിട്ട് കണ്ണൂർ തന്നെ ഇരുന്നു. കൂത്തുപറമ്പിൽ അവിടെ വളരെ സർവീസുള്ള പ്രശസ്തനായ അവിടെ ഹക്കീം ബത്തേരി DYSP ഉണ്ട്. എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് TT ആന്റണി അവിടെയുണ്ട്. അവിടുത്തെ സിറ്റുവേഷൻ അവർ കൈകാര്യം ചെയ്തു.
അവിടെ എം.വി. രാഘവനെ കൊല്ലും, അദ്ദേഹത്തിനെ കല്ലെറിഞ്ഞു ഓടിക്കാനായിട്ടും അവർ കമ്പും വടിയുമായിട്ട് വന്നു. അദ്ദേഹത്തിനെ കൊലപ്പെടുത്തും എന്ന് തോന്നിയ സമയത്ത് അവിടെ വെടിവെച്ചു. 5 DYSPക്കാർ ഓൺ ദ സ്പോട്ടിൽ മരിച്ചു. മറ്റൊരാൾ പരിക്കേറ്റ് അവിടെ കിടന്നു. അയാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പുഷ്പൻ എന്ന DYSP പ്രവർത്തകനാണ്. 1997 നവംബർ 25 ആ വെടിവെപ്പ്. 5 പേര് കൊല്ലപ്പെട്ടെങ്കിലും പുഷ്പൻ പിന്നെ ജീവിച്ചു. ഏകദേശം 2024 വരെ അദ്ദേഹം ബെഡ് റിഡനായി കിടന്നു. 30 വർഷത്തോളം അദ്ദേഹം ബെഡിൽ കിടന്ന് 2024 നവംബറിൽ അദ്ദേഹം മരണപ്പെട്ടു. അതൊരു ചരിത്ര സംഭവം തന്നെയാണ്. കൂത്തുപറമ്പ് വെടിവെപ്പ് കേരള രാഷ്ട്രീയ ചരിത്രത്തിലൊരു കറുത്ത അധ്യായം തന്നെ. എങ്കിലും ആ സ്ഥലത്ത് അന്ന് ASP ആയി 2 ദിവസം മാത്രമേ ഇവിടെ വന്നിട്ട് കൂത്തുപറമ്പിൽ അല്ലെങ്കിൽ തലശ്ശേരി ASP ആയിട്ട് വന്നിട്ട് അദ്ദേഹത്തിന് വലിയ പരിചയമൊന്നും ഇവിടെ ഇല്ല. ആ ക്രിട്ടിക്കൽ സ്ഥലത്ത് ASP ഉണ്ടായിരുന്നു. അതേ സമയത്ത് അവിടെ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിൻ്റെ നിർദ്ദേശം അനുസരിച്ച് പോലീസ് വെടി ഉതിർക്കുകയായിരുന്നു ഉണ്ടായി. അതിനകത്ത് ഇപ്പോഴത്തെ രേവത ചന്ദ്രശേഖരന് അതിനകത്ത് വലിയ റോളൊന്നുമില്ല. അവിടെ സീനിയർ DYSP ആയിരുന്ന അക്കിം ബത്തേരിയുണ്ട്. വളരെ നല്ല കുറ്റാന്വേഷണ വിദഗ്ധനായ ലോ ആൻഡ് ഓർഡറിൽ മിടുക്കനായ ഒരാൾ തന്നെയായിരുന്നു അക്കിം ബത്തേരി. എങ്കിലും അക്കിം ബത്തേരിയോടൊപ്പം തന്നെ ഇവരെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള നടപടികൾ രേവത ചന്ദ്രശേഖരന് നേരിട്ടു. 2012 അദ്ദേഹത്തിന് അതിൽ നിന്നൊരു മോചനം ഉണ്ടായത്. ഇവിടെ രേവത ചന്ദ്രശേഖർ അതിനുശേഷം പത്തനംതിട്ട SP ആയും പാലക്കാട് SP ആയിട്ടൊക്കെ ശേഷം അദ്ദേഹം കേന്ദ്രത്തിൽ ഡെപ്യൂട്ടേഷനിൽ പോയി. IBയുടെ ഇൻ്റലിജൻസിൻ്റെ സ്പെഷ്യൽ ഡയറക്ടറായിട്ട് അദ്ദേഹം ജോലി ചെയ്യുകയായിരുന്നു ഇപ്പോൾ. അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രിയുടെ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിലും ഇതിൻ്റെ ഒരു അഡീഷണൽ ചാർജ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സേവനം കണക്കാക്കിക്കൊണ്ട് തന്നെയാണ് പ്രൈം മിനിസ്റ്റർ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിൻ്റെ അഡീഷണൽ ചാർജ് അദ്ദേഹത്തിന് കൊടുത്തത്. ഇൻ്റലിജൻസിൻ്റെ IBയുടെ ഒരു സ്പെഷ്യൽ ഡയറക്ടറായി അദ്ദേഹം ആ സമയത്ത് 2ാമത്തെ ചാർജ് ഉണ്ടായിരുന്നു. 3ാമത്തെ ചാർജ് സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് ക്യാബിനറ്റ് സെക്രട്ടറി ആയിട്ട് അദ്ദേഹത്തിനെ പോസ്റ്റ് ചെയ്യാനിരിക്കുന്ന സന്ദർഭത്തിലാണ് കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ റെക്കമെൻഡേഷനോടുകൂടി അദ്ദേഹം കേരളത്തിലെ DGP ആയിട്ട് വന്നത്. 3 പേരെ സീനിയർ മോസ്റ്റായ 3 IPS ഉദ്യോഗസ്ഥന്മാർ DGP റാങ്കിലുള്ളവരിൽ കേരള ഗവൺമെൻറ് തിരഞ്ഞെടുത്തത് ഈ രേവത ചന്ദ്രശേഖരനെയായിരുന്നു. പക്ഷേ പല കോൺട്രവേഴ്സ്യലായിട്ട് പല സ്റ്റേറ്റ്മെൻറ്റിൽ ഇപ്പം വരുന്നുണ്ട്. P. ജയരാജൻ എന്ന CPMൻ്റെ കണ്ണൂരിലെ നേതാവ്, അദ്ദേഹത്തിൻ്റെ കുട്ടികളാണ് കൊല്ലപ്പെട്ടത്. അദ്ദേഹം വ്യത്യസ്തമായ അഭിപ്രായം കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തി. അതേസമയത്ത് CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി ഗവൺമെൻറ് എടുത്ത തീരുമാനമാണ്. അന്ന് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഇദ്ദേഹത്തിന് വലിയ റോളൊന്നും അന്നില്ലായിരുന്നു. അവിടെ വെറ്ററന്മാരായ സീനിയർ ഓഫീസേഴ്സ് ആ സ്ഥലത്തുണ്ട്. ഇദ്ദേഹം 2 ദിവസമായി അവിടെ വന്നിട്ട് ഇദ്ദേഹത്തിന് വെടിയുതിർക്കാൻ ഇദ്ദേഹം പറഞ്ഞതായിട്ടില്ല. അതേസമയത്ത് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ആൻ്റണിയാണ് വെടിയുതിർക്കാൻ പറഞ്ഞത്. കാരണം അല്ലെങ്കിൽ ഒരു മന്ത്രിയുടെ ജീവൻ അപകടത്തിലായാണ്. അതായിരുന്നു അന്നത്തെ സാഹചര്യം. ഏതായാലും ഗവൺമെൻറ് തീരുമാനത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് MV ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം പ്രസ്താവന ഇറക്കി. അതൊരു ഗവൺമെൻറ് തീരുമാനമാണ് ഇദ്ദേഹത്തിനെ DGP ആക്കാൻ. മറ്റു 2 പേരെ അയോഗ്യരാക്കി. അത് 2ാമത് നിന്ന ഇദ്ദേഹത്തിന് തമ്മിൽ ഭേദ ഒരാൾ എന്നുള്ള രീതിയിലായിരിക്കണം. എന്തായാലും ഗവൺമെൻറ്റിൻ്റെ അന്നത്തെ സാഹചര്യത്തിൽ അന്നത്തെ ഗവൺമെൻറ് ആ വെടിയുതിർത്ത കാര്യത്തെപ്പറ്റി ന്യായീകരിക്കും. ഇന്നുള്ള ഗവൺമെൻറ് ആണെങ്കിലും അങ്ങനെ തന്നെ. അതുകൊണ്ട് മുഖ്യമന്ത്രി രേവത ചന്ദ്രശേഖരനെ വിശ്വാസം അർപ്പിച്ച അദ്ദേഹത്തിനെ തന്നെ പൂർവ്വചരിത്രത്തിൽ ഇങ്ങനെ ചില കറുത്ത അധ്യായം ഉണ്ടെങ്കിലും സംസ്ഥാനത്തെ DGP ആക്കി അദ്ദേഹത്തിനെ തന്നെ അവരോധിച്ചു. ഇന്ന് അദ്ദേഹം ചാർജ് എടുത്തു. അദ്ദേഹത്തിന് നല്ല ബോൾഡായ ഒരു ഓഫീസറാണ്. 2ാമത് നല്ല ഇൻ്റലിജൻ്റായ ഓഫീസറാണ്. നല്ല കഴിവുള്ള ഒരു ഓഫീസർ തന്നെ, അതിന് സംശയമില്ല. അതുകൊണ്ടാണല്ലോ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് നമ്മുടെ പ്രൈം മിനിസ്റ്ററെ സെക്യൂരിറ്റിയുടെ അഡീഷണൽ ചാർജ് അദ്ദേഹത്തിന് കൊടുത്തത്. IBയുടെ അഡീഷണൽ ഡയറക്ടർ. വ്യത്യസ്തമായ മേഖലയിൽ അദ്ദേഹം സേവനമനുഷ്ഠിച്ച വ്യക്തിയാണ്. കേരളത്തിൽ ഏതായാലും അദ്ദേഹം വന്ന് അവിടെ DGP ആയിട്ട് സംസ്ഥാന DGP ചാർജ് എടുത്തു. അടുത്ത 1 വർഷം കൂടെ അദ്ദേഹത്തിന് സർവീസ് ഉണ്ട്. അടുത്ത ജൂലൈ വരെ 2006 ജൂലൈ വരെയാണ് അദ്ദേഹത്തിൻ്റെ സർവീസ് കാലഘട്ടം. പക്ഷേ 1 വർഷം കൂടെ കൊടുക്കും. ഒരാളെ DGP ആയിട്ട് ഇട്ടിട്ട് കഴിഞ്ഞാൽ 2 വർഷമെങ്കിലും മിനിമം ആ സംസ്ഥാനത്ത് അല്ലെങ്കിൽ ആ പോസ്റ്റിൽ കൊടുക്കണമെന്നാണ് കേന്ദ്ര നിയമം. അതുകൊണ്ട് 2026 അദ്ദേഹം സർവീസ് കഴിഞ്ഞാലും 2027 വരെ സംസ്ഥാനത്തുണ്ടാവും. ഏതായാലും അദ്ദേഹത്തിന് കേരളത്തിന് ലഭിച്ചത് മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. നല്ല കഴിവുള്ള ഉദ്യോഗസ്ഥനായ സത്യത്തിൻ്റെ നീതിക്ക് വേണ്ടി പൊരുതുന്ന ഒരു മനുഷ്യനാണ്. ഏതായാലും അദ്ദേഹത്തിൻ്റെ
കേരളത്തിലേക്ക് പോസ്റ്റിംഗ് കൊണ്ട് പല ഗുണങ്ങളും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അദ്ദേഹം ചാർജ് എടുത്താൽ തന്നെ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ പരാതിയായിട്ട് ഒരാൾ വന്നു, ഒരു റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥന്. അദ്ദേഹം 30 വർഷമായിട്ട് അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് ഡിപ്പാർട്ട്മെൻറ്റ് ഇത് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ പരിഹാരം ഉണ്ടാക്കി കൊടുത്തില്ല, ആഭ്യന്തരമന്ത്രിയും പരിഹാരം ഉണ്ടാക്കി കൊടുത്തില്ല. അങ്ങനെ ഒരാൾ 30 വർഷത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ പുതിയ DGPയുടെ മുമ്പിൽ ഹാജരായിട്ടുണ്ട്. അദ്ദേഹം അത് പരിഗണിക്കാം, എന്താണ് വസ്തുത എന്താണെന്ന് നോക്കാം എന്ന് ഓപ്പണായിട്ട് പറയുന്നു. അങ്ങനെയുള്ള ഒരു മനസ്സ് അദ്ദേഹത്തിനുണ്ടെങ്കിൽ നല്ല കാര്യം. കാരണം എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം അതിൻ്റെ ന്യായം ആയ കാര്യങ്ങൾ നോക്കി സത്യവും നീതിക്ക് വേണ്ടി അദ്ദേഹം തീരുമാനം എടുക്കും എന്നാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാകുന്നത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഇന്ന് വരെയുള്ള ചരിത്രം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ സർവീസ് കാലഘട്ടങ്ങളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ സ്തുത്യർഹമായ സേവനം കാഴ്ചവെക്കാൻ കഴിവുള്ള ഒരാളാണ്. അദ്ദേഹം സത്യത്തിനും നീതിക്ക് വേണ്ടി നിലകൊള്ളും എന്നാണ് കരുതുന്നത്. എന്തായാലും അദ്ദേഹത്തിന് കേരളത്തിൽ വന്ന് ചാർജ് എടുത്ത ശേഷം 2-ാം ദിവസം തന്നെ ഒരു വെടിവെപ്പുണ്ടായി. ആ വെടിവെച്ച സ്ഥാനത്ത് അദ്ദേഹം ഉണ്ടായിരുന്നു. 2012 വരെ ഹൈക്കോടതിയിൽ അദ്ദേഹത്തിനെതിരായിട്ട് കേസുണ്ടായെങ്കിലും ഇപ്പോൾ അദ്ദേഹം അതിൽ നിന്ന് മോചിതനായി 2012. എന്തായാലും അദ്ദേഹത്തിൻ്റെ സേവനം കേരളത്തിന് ഒരു മുതൽക്കൂട്ടാകും എന്ന് തന്നെ കരുതുന്നു. മറ്റ് രാഷ്ട്രീയപരമായ ഒരു തീരുമാനങ്ങളൊന്നും, അല്ലെങ്കിൽ ഒരു വയലേഷനോ, അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ ഒരു സംഘടനാ രംഗമോ അങ്ങനെയൊന്നും കേരളത്തിൽ ഉണ്ടാകാതെ അവ മുഴുവൻ നോക്കാനായിട്ട് അദ്ദേഹത്തിന് കഴിവുള്ള ആളാണ്. നേരത്തെ കണ്ണൂർ ആയിട്ടാണ് അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്. കണ്ണൂരിൻ്റെ സംഘർഷഭരിതമായ മേഖലയാണെന്ന് അദ്ദേഹത്തിന് അറിയാം, അവിടുത്തെ പശ്ചാത്തലം അറിയാം. അദ്ദേഹം DGPയുടെ സംസ്ഥാന ആദ്യത്തെ പ്രോഗ്രാമിന് പോകുന്നത് തന്നെ കണ്ണൂരാണ് എന്ന് പറയുന്നുണ്ട്. P. ജയരാജൻ്റെ വ്യത്യസ്തമായ ശബ്ദം നമ്മൾ കണ്ണൂരിൽ നിന്ന് കേട്ടു. അതുപോലെ ഗോവിന്ദൻ മാസ്റ്റർ സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനത്തെ ശ്ലാഘിച്ചുകൊണ്ട് അദ്ദേഹം സംസാരിച്ചു. ഏതായാലും വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ സംസ്ഥാനത്തെ ഒരേ പാർട്ടിയിലുള്ള രാഷ്ട്രീയ നേതാക്കളും പേടിപ്പിക്കുന്നുണ്ടെങ്കിലും ഈ ദേവദാ ചന്ദ്രശേഖരൻ്റെ കാലഘട്ടം സമാധാനപരമായ ഒരു അന്തരീക്ഷത്തോടെ സംസ്ഥാനം പോകും. ലഹരിക്കിടയിൽ അദ്ദേഹം തുറന്ന പോരാട്ടം ഉണ്ടാകും, സംശയമില്ല. ഗുണ്ടകൾക്കെതിരായിട്ട് അതിശക്തമായ നടപടി ഉണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അങ്ങനെയുള്ളൊരു മനസ്സ് അദ്ദേഹത്തിനുണ്ട്. ലോ ആൻഡ് ഓർഡർ നന്നായിട്ട് കേരളത്തിൽ പോകണം എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ദേവദാസ് ചന്ദ്രശേഖർ.